LDF സ്ഥാനാർത്ഥി സ്വരാജ് എങ്ങനെയാണ് പറയുക? അദ്ദേഹത്തോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ പാർട്ടിയോടൊന്ന് പറയണം. അദ്ദേഹം വഴി ഞാൻ റിക്വസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ പാർട്ടിയിലെ രീതികൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള പലർക്കും അറിയില്ല. അതാണ് പ്രശ്നം. CPIM എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്താണ് അതിന്റെ ഒരു സംഘടനാ രീതി, ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നോ മത്സരിക്കരുതെന്നോ റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയുണ്ടോ? പ്രശ്നം കോൺഗ്രസ് പോലെയാണ് എല്ലാ പാർട്ടിയും ഒന്ന് ധരിച്ചു പോവുകയാണ്. ദയവായിട്ട് മുൻ KPCC പ്രസിഡന്റ് അല്ലേ പറഞ്ഞ അപ്പൊ ദയവായി അദ്ദേഹം മനസ്സിലാക്കണം, എല്ലാവരും നിങ്ങളെ പോലെയല്ല. അദ്ദേഹത്തിന് അതിപ്പോ കുറേശ്ശെ മനസ്സിലായി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അദ്ദേഹം ഒരു മാസം മുൻപ് പറഞ്ഞെന്തായിരുന്നു? അദ്ദേഹം KPCC പ്രസിഡന്റ് ആയി ചുമതല എടുക്കുമ്പോൾ പറഞ്ഞെന്തായിരുന്നു? അതിനുശേഷം ഡൽഹിയിലേക്ക് ഇപ്പോൾ ഒടുവിൽ പോയി വന്നതിന് ശേഷം പറഞ്ഞതെന്താണ്? അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കേരളീയ സമൂഹം എത്രമാത്രം വില കൽപ്പിക്കുന്നു എന്നത് ഈ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും പിന്നീടുണ്ടായ വസ്തുതകളുമായി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ അദ്ദേഹത്തോട് എനിക്കത് മാത്രമേ പറയാനുള്ളൂ. എല്ലാ പാർട്ടിയും കോൺഗ്രസ് പോലെയല്ല, എല്ലാ പാർട്ടിയിലെയും പ്രവർത്തകർ കോൺഗ്രസിനെ പോലെയും അല്ല. അപ്പോൾ അദ്ദേഹം കഴിയുമെങ്കിൽ ദയവായി CPIMന്റെ രീതികളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരം തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും. അത്രയേ ഉള്ളൂ. ഈ കവളപ്പാറ ദുരന്തമുണ്ടായ സമയത്തൊന്നും അങ്ങനെ കണ്ടില്ല എന്നുള്ള വലിയ ആക്ഷേപം വരുന്നുണ്ട്. സത്യത്തിൽ ഇന്നലെ ചിലർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കരുതിയത് നവമാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള പ്രചരണം ചിലർ നടത്തുന്നതാണ്. അത് സ്വാഭാവികമാണ്. കാരണം സോഷ്യൽ മീഡിയ ഇപ്പോൾ അടിസ്ഥാനരഹിതമായ പ്രചരണം നടത്താനും പലരും ഉപയോഗിക്കുന്നുണ്ട്. അതിന് പറ്റിയൊരു ഇടമായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. അതിൽ വ്യാജ ഐഡിയകൾ, അത്തരത്തിലുള്ള ഐഡിയകളിലൂടെയുള്ള പ്രചരണം, അതെന്തും പറയാവുന്നൊരു സ്ഥലമായി മാറി. അതിനൊന്നും നമുക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. സത്യത്തിൽ അവഗണിച്ച് തള്ളാവുന്നേ ഉള്ളൂ. പക്ഷെ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്, അത് ഞെട്ടിപ്പോയി. ഇവിടുത്തെ മുൻ MLA അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നു. പ്രളയ സമയത്ത് കണ്ടില്ല എന്ന് പറഞ്ഞു. അത് സത്യത്തിൽ ഞെട്ടൽ ഉളവാക്കി. ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളിലും വിമർശനങ്ങളിലുമൊക്കെ മറുപടി നൽകുകയായിരുന്നു LDF സ്ഥാനാർത്ഥി M സ്വരാജ്. നമുക്ക് ഒരിക്കൽ കൂടി CV അനുമോദിലേക്ക് എത്താം. അനുമോദ്, നമ്മൾ പറഞ്ഞു നിർത്തിയത് ശക്തമായ ത്രികോണ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു നിലമ്പൂരിൽ എന്നുള്ളതാണ്. തുടരാം. തീർച്ചയായും അൻവർ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് തന്നെ നിലമ്പൂർ മണ്ഡലത്തിന് വേണ്ടി താൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, മണ്ഡലത്തിൽ പ്രളയമുണ്ടായപ്പോഴും മറ്റ് പ്രതിസന്ധികളുണ്ടായപ്പോഴും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന തരത്തിൽ താൻ ചെയ്ത കാര്യങ്ങൾ നിലമ്പൂരിലെ വോട്ടർമാരെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം. അതിലുപരി ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങി താൻ എങ്ങനെ ദരിദ്രനായി, തൻ്റെ കൈവശം എങ്ങനെ കാശില്ലാതെയായി എന്ന് പറയുന്നത്, അതായത് പൊതുപ്രവർത്തനം ഇറങ്ങിയിട്ടാണ് താൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയത് എന്ന് അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായും മണ്ഡലത്തിലെ വോട്ടർമാരെ അത് ഒരു തരത്തിൽ സ്വാധീനിക്കാനുള്ള ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം അദ്ദേഹത്തിന് വൈകാരികമായിട്ടുള്ള വാർത്താ സമ്മേളനം കാണുവാൻ. അതിനുശേഷം അൻവർ മത്സരിക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ഒരു സ്വാധീനം എങ്ങനെയെന്ന കാര്യത്തിൽ കൃത്യമായൊരു ഒരു അനാലിസിസ് അൻവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ മണ്ഡലത്തിൽ അൻവറിനെ സ്വാധീനിക്കാനും കഴിയുന്ന വോട്ടർമാരുണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടാണ് അൻവർ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് തന്നെ. കൃത്യമായിട്ട് ഒരു 15,000-ലധികം വോട്ട് അൻവറിന് സ്വന്തമായിട്ട് നേടാൻ കഴിയും. അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടൊരു ശക്തമായ പ്രചരണമൊക്കെ നടത്തിയിട്ടാണെങ്കിൽ അതിലേറെ വോട്ട് സമാഹരിക്കാൻ കഴിയും. ജയിക്കാനോ അല്ലെങ്കിൽ ജയിക്കുന്നത് ആരെന്ന് നിശ്ചയിക്കാനോ അൻവറിന് കഴിയുന്ന ഒരു സാഹചര്യം നിലമ്പൂരിൽ നിലവിലുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ ഭീഷണിയാവുന്നത് UDFന് തന്നെയാണ് എന്നതുകൊണ്ടാണ് UDF ഇക്കാര്യത്തിൽ കൂടുതൽ അങ്കലാപ്പ് പ്രകടിപ്പിക്കുന്നതും പരസ്യമായിട്ടില്ലെങ്കിലും രഹസ്യമായിട്ട് അവർ അംഗീകരിക്കുന്ന ഒരു കാര്യവുമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ അൻവർ ഒരു 15,000-ലധികം വോട്ട് സമാഹരിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ അൻവറിൻ്റെ ഒരു ശക്തി അനുസരിച്ച് അൻവറിൻ്റെ വലിയ വോട്ടർ ബാങ്ക് എന്നുള്ളത് UDFന് ഒപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. 2 തവണ അദ്ദേഹം നിലമ്പൂരിൽ ജയിച്ചപ്പോഴും ഇടതുപക്ഷ വോട്ടുകൾ ചോരാതിരിക്കുകയും വലതുപക്ഷത്തു നിന്നും അൻവർ വോട്ടുകൾ സമാഹരിക്കുകയും ചെയ്തുകൊണ്ടാണ് അൻവറിന് വിജയിക്കാൻ സാധിച്ചതെന്നുള്ളൊരു വസ്തുതയാണ്. അതേ രീതിയിൽ തന്നെ ഇത്തവണയും കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ UDFന് അത് അഭിമാന പോരാട്ടത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും. LDFന് അത് ആശ്വാസകരമാവുന്ന വിജയമാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ അൻവറിനെ സംബന്ധിച്ച് പിണറായി വിജയനെതിരെയുള്ള പോരാട്ടം എന്ന് പ്രഖ്യാപനം നടത്തി MLA സ്ഥാനം വരെ രാജിവെച്ച് മത്സരത്തിനിറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുമെന്ന് അൻവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കരുതേണ്ടത്. ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങളൊക്കെ അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു അടുത്ത സ്റ്റെപ്പ് വയ്ക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ അൻവർ മത്സരിക്കും. അത് മണ്ഡലത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുമെന്ന് അൻവർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം വരേക്കും അതൊരു രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രമായിട്ടും അൻവർ പയറ്റുമെന്നും വ്യക്തമാണ്. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മത്സര ചിത്രത്തിലേക്ക് PV അൻവർ കൂടി എത്തുന്നു എന്നുള്ളതാണ്. ശക്തമായ ത്രികോണ പോരാട്ടത്തിലേക്ക്
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കടക്കുന്നു. PV അൻവർ TMC സ്ഥാനാർത്ഥിയായി ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും 10 മണിക്ക് അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്.